നമ്മൾ പലപ്പോഴും പല ഭാഗ്യപരീക്ഷണങ്ങളും നടത്താറുണ്ട്. ഭാഗ്യപരീക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി ഇപ്പോൾ നമുക്കൊരു സംഭവം കാണുകയാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോയി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷോപ്പിങ്ങിൻ്റെ കൂപ്പൺ കിട്ടുകയാണ്. ഈ കൂപ്പണിൽ നിങ്ങൾ ലക്കി ഡ്രോയിലൂടെ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര രൂപയുടെ സമ്മാനം കിട്ടും, അല്ലെങ്കിൽ TV അല്ലെങ്കിൽ ഫോൺ കിട്ടും. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള പല ഭാഗ്യപരീക്ഷണങ്ങളും നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് അല്ലെങ്കിൽ ലോട്ടറി എടുക്കുന്ന കാര്യം ആലോചിച്ചാൽ മതി. നമുക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടാവില്ല ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതും. എന്നാലും നമ്മളത് ചെയ്തു നോക്കും അല്ലേ? അതാണ് അവിടുത്തെ പോയിന്റ്. അതായത് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നമ്മളെ കിട്ടുമോ എന്നൊക്കെ നമുക്ക് സംശയം ഉണ്ടാകും. പക്ഷെ എന്നാലും നമ്മളത് ചെയ്തു നോക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത്രയും ചാൻസസ് വളരെ മിനിമലായിട്ടുള്ളൊരു കാര്യം പോലും നമ്മൾ ചെയ്തു നോക്കുന്നുണ്ട്. പക്ഷേ വളരെയധികം ചാൻസ് ഹൈ ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുമെന്നുള്ളത്. അതെൻ്റെ കുട്ടികൾ ഇനിയും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? ഒന്ന് സിൻസിയറായിട്ട് നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ചിട്ട് പറഞ്ഞേ, നിങ്ങളത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ആ ഉത്തരം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത് എന്തോ ആയിക്കോട്ടെ. നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നാവാം, ചെയ്യുന്നില്ല എന്നാവാം, അയ്യോ ബാക്കി എല്ലാവരും ചെയ്യുന്നുണ്ട് ഞാൻ മാത്രം ചെയ്യുന്നില്ല എന്നാവോ, അങ്ങനൊന്നും ചിന്തിക്കേണ്ട. സിൻസിയറായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ കുട്ടികളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ചാൻസ് ഇല്ലാത്ത വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചെയ്ത് നോക്കാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതും കാര്യമായിട്ട് ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് മാർക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അല്ലേ? എന്നിട്ടും നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ, അത് ചെയ്യാതെ എക്സാം ആവുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ആവുന്നു, പേടിയാവുന്നു, പിന്നെ നമുക്ക് എക്സാം എഴുതിയിട്ട് നമുക്കൊന്നും എഴുതാൻ വേണ്ടി പറ്റിയില്ല, പിന്നെ നമുക്ക് മാർക്ക് കുറഞ്ഞു, ഇതൊക്കെ പറയുന്നതിൽ ശരിക്കും എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല അല്ലേ? അതെങ്ങനെ പോലെ ഇരിക്കും? നമ്മളൊരു ലക്കി ഡ്രോ നടക്കുന്നു, നമ്മളവിടെ നമ്മുടെ പേരും ഇതൊന്നും എഴുതിയെടുക്കുന്നില്ല, അയ്യോ, എന്നിട്ട് നമ്മുടെ വീട്ടിൽ അടുത്തുള്ള ഒരാൾക്ക് ഒരു മൊബൈൽ ഫോണോ TV കിട്ടുമ്പോൾ അയ്യോ അവന് കിട്ടി എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമ്മ അച്ഛനെല്ലാം പറയും, അവനതിൽ പങ്കെടുത്തിട്ടുണ്ട്, നീ അതിൽ പങ്കെടുത്തിട്ടില്ല, അതുകൊണ്ടല്ലേ കിട്ടാത്തത്. സെയിം കാര്യമല്ലേ ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് അവർക്ക് മാർക്ക് കിട്ടി. നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് മാർക്ക് കിട്ടിയില്ല. സിമ്പിൾ. അപ്പോൾ ഇതൊരു ലക്കി ഡ്രോനേക്കാൾ കൂടുതൽ നമ്മളുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിനു വേണ്ടി പഠിക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങാം. നിങ്ങളെ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അപ്പോൾ ചാപ്റ്റേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിലൂടെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക്ഷീറ്റും PYQസും എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടാകും. ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ എക്സാമിനറിൻ്റെ ബാച്ചസിലുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാൻ റെഡി ആയിട്ടുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചസിൽ അഡ്മിഷൻ എടുക്കാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഇനിയിപ്പം ഇത് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല, അതിനുള്ള പൈസ ഇല്ല, അത് അഫോർഡബിൾ അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അല്ലാത്ത രീതിയിൽ എൻ്റെ കുട്ടികളെ പഠിക്കുക. ഓക്കെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ചാൻസസ് അല്ലേ, നമ്മളിപ്പോൾ പറയാറില്ലേ, നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടാനുള്ള ചാൻസ് കൂടും. ആ ചാൻസസ് കൂട്ടുന്നതാണ് നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചസ്. നിങ്ങൾ എവിടെയും പോയിട്ട് ക്ലാസ്സുകൾ എവിടെ കിട്ടും, ക്വസ്റ്റ്യൻസ് എവിടെ കിട്ടും, ഇതൊന്നും നിങ്ങൾ അന്വേഷിച്ച് നടക്കേണ്ട. എല്ലാം തന്നെ നമ്മുടെ ബാച്ചിലുണ്ട്. അങ്ങനെ നിങ്ങളുടെ ചാൻസ്, നിങ്ങൾക്ക് മാർക്സ് കിട്ടാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ കൂട്ടി നിങ്ങളതിനെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ എക്സാമിനർ ഉണ്ടാവും. താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ചെയ്ത് തുടങ്ങുക. ഇതൊരു ലക്കി ഡ്രോ അല്ല, ഇതൊരു ഹാർഡ് വർക്കിൻ്റെ ഡ്രോ ആണ്. ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും.